Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. 22 ബില്യണിന്റെ അധിക ചിലവ് ചുരുക്കുവാൻ പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റിന് വിലക്ക്. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് വരുത്തിവെച്ച 22 ബില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് മൂലമുള്ള നഷ്ടങ്ങൾ നികത്തുവാൻ പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾക്ക് വിലക്കേർപ്പെടുത്തി ചാൻസലർ. പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കാത്തവർക്ക് ഇനി ഫ്യൂവൽ പേയ്മെന്റുകളും ലഭിക്കില്ല. മുൻ ഗവൺമെന്റുകൾ വൈകിപ്പിച്ച സോഷ്യൽ കെയർ ചാർജിംഗ് പരിഷ്കാരങ്ങളുമായി പുതിയ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് ചാൻസലർ വ്യക്തമാക്കി. ഇതുവഴി വർഷാവസാനം 1 ബില്യൺ പൗണ്ടിലേറെ ലാഭിക്കുവാനാണ് ശ്രമം. എല്ലാ വകുപ്പുകളോടും 3 ബില്യൺ പൗണ്ട് ലാഭം കണ്ടെത്തുവാനും ആവശ്യപ്പെട്ടതായി റീവസ് പറയുന്നു. ഇതോടെ 40 പുതിയ ആശുപത്രികൾ നിർമ്മിക്കുവാനുള്ള ബോറിസ് ജോൺസന്റെ പദ്ധതിയും പഴയ റെയിൽവേ ലൈനുകൾ പുനർനിർമ്മിക്കുവാനുള്ള നീക്കങ്ങളും റിവ്യൂ ചെയ്യുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യും. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് നടത്തിയ മറച്ചുവെക്കലുകളാണ് ഈ അവസ്ഥയ്ക്ക് ഇടയാക്കിയതെന്ന് റേച്ചൽ റീവ്സ് കുറ്റപ്പെടുത്തി. വിദേശ കുടിയേറ്റക്കാരെ പാടെ ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ലേബർ സർക്കാർ. ജോലിക്കായി വിദേശീയരെ ആശ്രയിക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തുവാൻ ഒരുങ്ങുകയാണ് ലേബർ സർക്കാർ. ഇതിനായി സ്വന്തം പൗരന്മാർക്ക് പരിശീലനം നൽകാനാണ് ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. സ്വദേശികളായ ജോലിക്കാരെ ആവശ്യമുള്ള മേഖലകളായി IT, എഞ്ചിനീയറിംഗ് മേഖലകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ വാർഷിക നെറ്റ് മൈഗ്രേഷൻ കഴിഞ്ഞ വർഷം 6,85,000 എത്തിയിരുന്നു. ഇത് കുറയ്ക്കുമെന്ന് കീർ സ്റ്റാർമർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ ടോറി ഗവൺമെന്റ് നടപ്പാക്കിയ വിസ നിയന്ത്രണങ്ങളുടെ ഫലത്തിൽ ഈ കണക്ക് 3 ലക്ഷത്തിലേക്ക് കുറയുമെന്നാണ് കരുതുന്നത്. കെയർ ജോലിക്കാർക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുൾപ്പെടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഫലം കാണുന്നത്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി, സ്കിൽസ് ഇംഗ്ലണ്ട്, ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി കൗൺസിൽ എന്നിവരെ ചേർത്ത് വിവിധ മേഖലകൾക്ക് ആവശ്യമുള്ള സ്വദേശി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാനാണ് ഹോം സെക്രട്ടറി ഉദ്ദേശിക്കുന്നത്. സ്കൂൾ കരിക്കുലത്തിലോ ഗവൺമെന്റ് വകുപ്പുകളുടെ നേരിട്ടുള്ള ഇടപെടലോ ഇതിനായി നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. ഫെഡറൽ പോസ്റ്റ് കാർഡിന് അപേക്ഷിച്ച് വിദേശത്തുള്ള US പൗരന്മാർ. ട്രെന്റ് കമലയ്ക്ക് അനുകൂലമെന്ന സൂചന. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തീരുമാനിച്ചത് യൂറോപ്പിൽ താമസിക്കുന്ന US പൗരന്മാർക്കും ആവേശം പകരുന്നതായി പുതിയ റിപ്പോർട്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയാകാൻ മതിയായ പിന്തുണ കമല ഹാരിസ് നേടിയിട്ടുണ്ട്. US ഗവൺമെന്റിന്റെ ഫെഡറൽ വോട്ടിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം കണക്കാക്കുന്നത് 2.8 ദശലക്ഷം അമേരിക്കക്കാർ വിദേശത്ത് താമസിക്കുന്നു. അവർക്ക് ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുവാൻ അർഹതയുണ്ട്. 2016 പ്രോഗ്രാമിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അവരിൽ 6.9% മാത്രമാണ് വോട്ട് ചെയ്തത്. ഇത്തവണ ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള അപ്രതീക്ഷിത തീരുമാനം ആഗോളതലത്തിൽ USന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്ക് പുതിയ ഉണർവാണ് സമ്മാനിച്ചിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് സീൻ നദിയിലെ നീന്തൽ പരിശീലനം റദ്ദാക്കി. 1.4 ബില്യൺ യൂറോ ചെലവഴിച്ച് വൃത്തിയാക്കിയ സീൻ നദിയിലെ മലിനീകരണം വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് നീന്തൽ പരിശീലനം റദ്ദാക്കി. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള സീൻ നദിയിൽ വീണ്ടും മലിനജലം നിറഞ്ഞ് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നദി വൃത്തിയാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിലും അപ്രതീക്ഷിത മഴയിലൂടെ മലിനീകരണം വർദ്ധിച്ചു. ഫ്രഞ്ച് അധികാരികളും സംഘാടകരും വലിയ പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുകയാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട്. 2018 പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല ഉരുൾപൊട്ടൽ. ചിന്നിച്ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയില്ല. ചൂരൽമല അങ്ങാടി തന്നെ ഇല്ലാതെയായി. എത്ര വീടുകൾ നശിച്ചുവെന്ന് കൃത്യമായ കണക്കില്ല. മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകരിൽ ചുരുക്കം ചിലർക്കേ എത്തുവാൻ സാധിച്ചുള്ളൂ. മുണ്ടക്കൈയിൽ പല വീടുകളുടെയും തറ മാത്രമാണ് ബാക്കിയുള്ളത്. മൃതദേഹങ്ങൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. നിരവധി മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് വിവരം. തകർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായി മുണ്ടക്കൈയിൽ നിന്ന് വിവരം ലഭിച്ചു. ഇക്കരെ എത്തിക്കാൻ യാതൊരു മാർഗവുമില്ല. മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്ന ചില വാഹനങ്ങളിൽ സ്ട്രെച്ചറിൽ കയറിൽ കെട്ടിത്തൂക്കിയാണ് ഇക്കരെ കടത്തുന്നത്. ഇതിനിടെ പുഴയിൽ അപ്രതീക്ഷിതമായ വെള്ളം ഉയർന്നതോടെ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വന്നു. മുണ്ടക്കൈയിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടികളെയെങ്കിലും രക്ഷിക്കണമെന്നാണ് അവിടെയുള്ളവർ ഫോണിൽ വിളിച്ച് കരയുന്നത്. വീടുകൾ തകർന്നതോടെ ഭക്ഷണവും വെള്ളവുമില്ലാതെ വലയുകയാണ്. വൈദ്യുതിയില്ലാത്ത 12 മണിക്കൂർ കഴിഞ്ഞതോടെ പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് റേഡിയോ ലൈമിന്റെ ബാഷ്പാഞ്ജലി. വയനാട് ദുരന്തം 5 കോടി അനുവദിച്ച സ്റ്റാലിൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേക സംഘം. വയനാടിന് ദുരിതാശ്വാസ സഹായമായി 5 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മലയാളി IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ GS സമീരൻ, ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തും. ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും. അവശ്യവസ്തുക്കളും സംഘം വയനാട്ടിലെത്തിക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഫോണിൽ വിളിച്ച് സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ മിനി ക്ലൗഡ് ബീസ്റ്റ്. ഭീതി നിറച്ച 2019 അതേ സാഹചര്യം. കേരളത്തെ നടുക്കിയ കവളപ്പാറ, പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം. 2019 കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S അഭിലാഷ് പറഞ്ഞു. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ ശക്തമായതോടെയാണ് മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയത്. ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ. സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി ഒരേ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഇരട്ട മെഡൽ. 4 വർഷം കൊണ്ട് മനു ഭാക്കർ എന്ന 22-കാരിയുടെ ജീവിതം എത്രയധികമാണ് മാറിമറിഞ്ഞത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം റാങ്കുകാരിയായെത്തി തോക്ക് ചതിച്ചതിനെ തുടർന്ന് കണ്ണീരോടെ മടങ്ങിയ മനു ഭാക്കർ വാർത്തകളിലെ ദയനീയമായ സാന്നിധ്യമായിരുന്നുവെങ്കിൽ 4 വർഷങ്ങൾക്കിപ്പുറം പാരീസിൽ റെക്കോർഡ് ബുക്കിന്റെ ഒട്ടേറെ പേജുകളിൽ തന്റെ പേരെഴുതി ചേർത്ത് തല ഉയർത്തിയാണ് മനു ഭാക്കറിന്റെ മടക്കം. ഇനിയും വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ മത്സരിക്കുന്ന മനു ഭാക്കറിന് മെഡൽ നേട്ടത്തിൽ ഹാട്രിക് അടിക്കുവാനും അവസരമുണ്ട്. കഴിഞ്ഞ ദിവസം 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഇന്ത്യക്കായി വെങ്കലം നേടിയിരുന്നു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന റെക്കോർഡ് സഹിതമായിരുന്നു ഇത്. ഫലത്തിൽ ഇത്തവണ ഒളിമ്പിക്സിൽ മനു ഭാക്കർ ഇരട്ട മെഡലുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുൾപ്പെടെ ഒട്ടേറെ റെക്കോർഡുകളും മനു ഭാക്കറിന് സ്വന്തം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.53 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.